നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇഡ്ലിയുടെ കൂടെയും ദോശത്തിന്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയേറിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 സവോള, മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു 2 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു കൈപ്പിടി നാളികേരം, പിന്നെ ഒരു 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിൽ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം, ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇനി എന്താണെന്നറിയോ, ഈ എല്ലാ സാധനങ്ങളും ഒന്ന് നമുക്ക് വറുത്തെടുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ഒന്ന് നന്നായി വഴറ്റിയിടണം. ഒരുപാടൊന്നും വഴറ്റണ്ട, ഒന്ന് പച്ച ചൊവയൊക്കെ ഇല്ലേ അതിൻ്റെ, അതൊന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഈ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ സവോള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് നന്നായി ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരും അവനവൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറേയൊന്നും വേണ്ട. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രമേ വേണ്ടൂ, അധികം ചവ വരാൻ പാടില്ല. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് ഒന്നിങ്ങോട്ട് വാടി വരട്ടെ കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നു. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ തക്കാളി കേട്ടോ, അതിങ്ങനെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പിടി തേങ്ങ കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള മല്ലിയില ഉണ്ടല്ലോ, ഒരു പിടി മല്ലിയില, അത് നിർബന്ധമായിട്ടും ചേർക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിവാക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് നന്നായി വാട്ടിയെടുക്കാം. ഇതിന് ശേഷം വേണം ഇതിലേക്ക് വേണ്ട എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് വാടി വരട്ടെ. ഇപ്പോൾ തക്കാളിയും നാളികേരും ഒക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നാൽ മതി കേട്ടോ. അത്രേ ഇത് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മുളകൊന്നല്ല ഞാൻ ചേർക്കണം, മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചേർത്ത് കൊടുത്ത്, ഇത് ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല, എന്നാൽ പാകത്തിന് എരിവുണ്ട് താനും, അങ്ങനെയാണ്. ഈ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായി മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇത് ചൂടാറി വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ, എന്നിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള, തക്കാളി, നാളികേരം എല്ലാം കൂട്ടും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് ഈ രീതിയിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും. ഇങ്ങനെ കട്ടയായിട്ട് ഇനിയിപ്പോൾ കഴിക്കണം എന്നുള്ളവർക്ക് ഈ രീതിയിൽ ഇതിൽ കടുകും മുളകും ഒക്കെ മൂപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അല്ല, നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കുറച്ച് വെള്ളത്തോട് കൂടിയല്ലേ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. മാത്രമല്ല ഈ രീതിയിൽ എടുത്താണ്ടല്ലോ ഇത് ചോറിൻ്റെ കൂടിയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചമ്മന്തിയിലേക്കുള്ള വറവ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ ചേർക്കുന്നത് പോലെ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ നമ്മളിതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതായത് നല്ലൊരു മണം കിട്ടാനായി കുറച്ച് ഉഴുന്നും പരിപ്പ്, കുറേയൊന്നും വേണ്ട, കുറച്ച് ഉഴുന്നും പരിപ്പ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ, ഒപ്പം ഉഴുന്നും പരിപ്പും നന്നായി മൂത്ത് വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 വറ്റൽമുളക് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച്, വലിയ മുളകാണെങ്കിൽ പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ ചെറിയ മുളകാണെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ടിടുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാലാണ് പെട്ടെന്ന് തന്നെ കടുകൊക്കെ നന്നായി പൊട്ടി വരുള്ളൂ. അങ്ങനെ അത് നന്നായി പൊട്ടി വന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില നന്നായി വെള്ളമൊന്നുമില്ലാതെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ഫുള്ള് പൊട്ടി തീരട്ടെ. ഇപ്പോൾ കടുകും ഉഴുന്നും പരിപ്പും ഒക്കെ മൂത്തു, മുളകും ഒക്കെ മൂത്തു. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ നമുക്ക് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറവൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ചമ്മന്തി ഇതിലേക്ക്, അതായത് ചട്നി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ചട്ടിയുടെ ചൂടിലില്ലേ
അതിങ്ങനെ കിടന്നിട്ട് ആയിക്കോളും. കാരണം നമ്മളെല്ലാം വറുത്തിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര വെള്ളം വേണമെന്നനുസരിച്ച് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് കട്ടയായിട്ടുള്ള നമുക്ക് ഒരു തുള്ളി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാകത്തിന് വെള്ളം ചേർത്തെടുത്ത് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ ചട്നി തയ്യാറായിട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അതായത് ഉള്ളിയും തക്കാളിയും മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഒരു പിടി നാളികേരം ഒക്കെ ഇട്ട് വറുത്തെടുത്തതിൻ്റെ നല്ലൊരു ടേസ്റ്റ്. കൂടാതെ നമ്മൾ വറുത്തിടുമ്പോൾ കുറച്ച് ഉഴുന്നും പരിപ്പ് കൂടി വറുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നല്ലൊരു മണം, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ ഒരുപാട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ പറയാൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ പല ചമ്മന്തികളും ഉണ്ടാക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ. അതിൻ്റെ കൂടെ ഇത് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, അതോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് 2 തട്ട് ദോശയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 തട്ട് ദോശ, അതിൻ്റെ കൂടെയാണ് ഈ ചട്നി കൂട്ടി കഴിക്കുന്നത്. ഇത് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ചട്നി, ഈ ചമ്മന്തി എങ്ങനെ വേണമെങ്കിലും പറയാം. കാര്യം ടേസ്റ്റ് അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. ഞാൻ എന്ന് വിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.